പ്രായത്തിലെ ജോലികൾ ചെയ്യുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്യേണ്ടി വരുന്ന ബാല്യങ്ങൾ. എന്താണ് ഇവരൊക്കെ ഈ ചെറിയ പ്രായത്തിലെ പൈതങ്ങൾ ഈ ചൈൽഡ് ലേബറുകളിലേക്ക് കടന്നു പോകുവാൻ കാരണം? എന്താണ് ഈ ബാലവേലയിലേക്ക് കടന്നു പോകുവാനുള്ള കാരണം? സമൂഹത്തിൽ അവരുടെ പാരൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവരായിരിക്കും. ഫിനാൻഷ്യലി അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരിക്കാം. അത്തരത്തിലുള്ള അവരുടെ മക്കൾ എന്തായാലും ചൈൽഡ് ലേബർ, അതായത് ബാലവേലയിലേക്ക് കടന്നു പോകാൻ അത് ചാൻസ് ഉണ്ട്. പ്രധാനമായും ബാലവേലകളിൽ പൈതങ്ങളെ ബാലവേല ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം ചെറിയ കൂലികൾ കൊടുത്താൽ മതി. ചെറിയ കൂലികൾ കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ അനേകർ ബാലവേലയെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ പൈതങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെന്റുകളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ നാളുകളിൽ അത്തരത്തിലുള്ള സമൂഹത്തിനെ മുൻപോട്ട് കൊണ്ടുവരുവാനായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിലെ പൈതങ്ങൾ അവർ പാവപ്പെട്ടവരായും പണക്കാരായും അവർ പഠിക്കുകയാണ് വേണ്ടത്. അവർ വിദ്യാഭ്യാസത്തിൽ മുന്നേറും, മറ്റുള്ള പൈതങ്ങളെ പോലെ മുന്നേറേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നോക്കാമെങ്കിൽ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ കടന്നു പോകുമ്പോൾ തന്നെ ജോലികൾ ചെയ്യേണ്ടി വന്ന അവസ്ഥകൾ നമുക്കുണ്ട്. കാരണം വീടുകളിലെ അവർക്ക് നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള സാമ്പത്തിക നിലകൾ ഇല്ലാത്തതുകൊണ്ട് ചില സമയത്ത് സ്കൂളുകളിൽ പഠിക്കുന്ന പ്രായത്തിൽ എന്നോടുകൂടെയുള്ളവരും അതേ ചേർത്ത് പലരും പല ജോലികളിൽ ഏർപ്പെട്ടവരും. അപ്പോ എന്താണ് കാരണം? നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി ഒരു മുന്നോട്ട് വരുവാൻ കഴിയാത്ത പല കുടുംബങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സമൂഹത്തിൽ അത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം പോകുന്നവരുടെ മക്കൾ പല സമയത്തും ഇതുപോലുള്ള ചൈൽഡ് ലേബർ എന്നുള്ള ഒരു ബാലവേലയിലേക്ക് കടന്നു പോകുകയാണ്. അപ്പോ ഈ ബാലവേല എന്താണ് കാരണം? അവർക്ക് ആഹാരം ഇല്ലാതിരിക്കുന്നു, അവർക്ക് പണമില്ലാതിരിക്കുന്നു, അവർക്ക് സ്കൂളുകളിലേക്ക് കടന്നു പോകുവാനുള്ള മനസ്സ് പലർക്കും ഉണ്ടാകുന്നു. അവരെന്ത് ചെയ്യും? അവർ പല വേലകളിലേക്ക്, ജോലികൾ ചെയ്യുന്നതിലേക്ക് താല്പര്യം കാണും. ഇങ്ങനെയാണ് ചൈൽഡ് ലേബർ ഒന്നാമതായി നമ്മുടെ ദേശത്തിലും ലോകത്തിലും ഒക്കെ കൂടുതലായി കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ചൈൽഡ് ലേബർ കൂടുവാനുള്ള കാരണം എന്താണ്? സാമ്പത്തിക പിന്നോക്കം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഓരോ വ്യക്തിക്കും സ്വന്തമായുള്ള ചില തൊഴിലുകൾ അവരുടെ പാരൻസിന് ചെയ്യുവാനുള്ള പ്രോത്സാഹനം നാം കൊടുക്കുന്നു. നിശ്ചയമായി അവർ അവരുടെ പൈതങ്ങളെ പഠിക്കുവാനായി അയക്കുവാൻ കഴിയും. പല ഇടത്തിലും പല സ്ഥലത്തും നമുക്ക് നോക്കാറുണ്ട്. അനേകം പൈതങ്ങൾ ഇന്ന് ഈ ജോലികളിലേക്ക് കടന്നു പോകുന്നതിന്റെ കാരണം അവരുടെ കുടുംബത്തിലെ സാമ്പത്തികമായ പിന്നോക്കം തന്നെയാണ്. അപ്പോ ഈ നാളുകളിൽ നമുക്ക് സമൂഹത്തിൽ ചെയ്യുവാനുള്ളത് അത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ സ്വയം തൊഴിലുകളും അവർക്ക് വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള പല രീതികളും അവരെ പഠിപ്പിക്കുകയും ആ രക്ഷകർത്താക്കളെ മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ പൈതങ്ങൾ നിശ്ചയമായി വളർച്ചയിലേക്ക് വരും.
അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമുക്കും വളരെ സാമ്പത്തികമായ പിന്നോക്കമുണ്ടായി. ആ സമയത്ത് നമ്മൾ ചിലപ്പോ കോൺക്രീറ്റിന് പോയെന്നിരിക്കാം, ചിലപ്പോൾ ചെറിയ ചെറിയ ജോലികൾക്ക് വേണ്ടി പോയെന്നിരിക്കാം, ചിലപ്പോൾ ഓൾഡ് കമ്പനികളിലോ അല്ലെങ്കിൽ മറ്റ് ഇഷ്ടിക കമ്പനികളിലോ ഒക്കെ പോയെന്നിരിക്കാം. അപ്പൊ അത് എന്തിനാണ്? സാമ്പത്തികമായി കുടുംബം പിന്നോക്കം പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജീവിക്കുവാനുള്ള സാഹചര്യമില്ല. അപ്പം അത്തരത്തിലുള്ള രീതിയിൽ പലരും പല പൈതങ്ങളും ജോലികൾക്കായി കടന്നു പോകും. അപ്പൊ അതിന്റെ നമ്മുടെ സമൂഹം തന്നെയാണ് ഈ ചൈൽഡ് ലേബർ. ഇപ്പോൾ ഇന്ന് നോ ചൈൽഡ് ലേബർ എന്നൊക്കെ അനേകായിരം പേർ പറയുന്നു, ലോകം മുഴുവനും പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഓരോ സമൂഹത്തിലും ഗ്രാമങ്ങളിലും ഉള്ള ഓരോ വ്യക്തികളും ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾ, അവരെ മുൻപോട്ട് കൊണ്ടുവരുവാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകും. ആ ഓരോ ഗ്രാമത്തിലെയും ജനത്തെ നാം പ്രോത്സാഹിപ്പിക്കുമ്പോൾ, സ്വയം തൊഴിലുകളിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, നിശ്ചയമായി അവർക്ക് ആ തരത്തിലുള്ള ഐഡിയകൾ, അവർക്ക് ആവശ്യമായ അറിവ് പകർന്നു കൊടുത്ത് അവരെ പ്രാപ്തരാക്കി കൊണ്ടുവരുമ്പോൾ അവരുടെ മക്കൾ ഈ തരത്തിലുള്ള ബാലവേലയിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്ക് പറയുവാൻ വളരെ എളുപ്പമാണ്, നോ ചൈൽഡ് ലേബർ ഉണ്ടാക്കുക. ആഹാരം കഴിക്കാനില്ലാത്തവർ, കഴിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ, സ്കൂളുകളിൽ കെട്ടുവാൻ പണമില്ലാതെ വരുമ്പോൾ പല പൈതങ്ങളും ഇന്നും ഈ ബാലവേലയിലേക്ക് കടന്നു പോകുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കി. ഒരു മിഡിൽ ക്ലാസ്സിലിരിക്കുന്ന ഫാമിലി അവർക്ക് അത് മനസ്സിലാകും, പലർക്കും മനസ്സിലാകുന്നില്ല. കാരണം അവർ നല്ല നിലയിൽ അവരുടെ പൈതങ്ങളെ പഠിപ്പിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. കടം വാങ്ങാൻ കഴിയാത്ത പലരും, ലോണുകൾ ലഭിക്കാത്ത പലരും, ബാങ്കുകളിൽ പോയാൽ പുറത്തി ഓടിക്കുന്ന പലരും ഉണ്ട്. കാരണം അവരെ നോക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലാണ്, സാമ്പത്തികമായി മുമ്പോട്ട് വരുവാൻ കഴിയും. എത്രയോ പൈതങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം ലോണുകൾ കിട്ടാത്തത് കൊണ്ട് ഉപരിപഠനം മുടങ്ങിപ്പോയവർ എത്രയോ. അവരൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും? അവരൊക്കെ പല പല ജോലികളിലേക്ക് കടന്നുപോയി. 16-17 വയസ്സുകളിൽ ജോലികൾക്കായി കടന്നു പോകുന്ന പലരുമുണ്ട്. അതുപോലെ ഈ ചൈൽഡ് ലേബറിനെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. പക്ഷേ അതിന്റെ ആ തരത്തിൽ പൈതങ്ങൾ കടന്നു പോകുന്ന കാരണം എന്താണ് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ സമൂഹവും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായത്. ഒന്നാമതായി സാമ്പത്തിക പരാജയം തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അവർ ഈ ജോലികളിലേക്ക് പ്രവേശിക്കും. പല പൈതങ്ങളും അത്തരത്തിൽ കടന്നു പോകും. രണ്ടാമത്തെ വിഭാഗക്കാർക്ക് ഈ പ്രായത്തിൽ കുറഞ്ഞ പൈതങ്ങളെ അവരുടെ കടകളിലോ ഷോപ്പുകളിലോ അവരുടെ ഇഷ്ടിക ഫാക്ടറികളിലോ അവരുടെ മറ്റു പല വ്യവസായങ്ങളിലോ ഒക്കെ അവരെ ഉപയോഗിക്കുന്ന ആൾക്കാർ. അതിന്റെ കാരണം അവർക്ക് ചെറിയ തുക, ഒരു 50 രൂപയോ 22 രൂപയോ ഒക്കെ കൊടുക്കുമ്പോൾ വൻ ജോലി ചെയ്യുന്ന പല ചെറിയ ചെറിയ പൈതങ്ങൾ അവരെ പിന്നെ ഈ ജോലിയിലോട്ട് അവരെ ഇറക്കുകയില്ല. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല, അവർക്ക് മുമ്പോട്ട് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. എപ്പോഴും ആ പൈതങ്ങളുടെ മനസ്സ് ആ ജോലിയുമായി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. അതികഠിനമായി അവർക്ക് ജ്ഞാനം പ്രാപിക്കണം, അതായത് സ്കൂളുകളിൽ പോകണം, അറിവ് നേടണം എന്നൊക്കെ ഉണ്ടാകാം. പക്ഷേ അവർക്ക് കഴിയാത്ത സാഹചര്യം. കാരണം അവർ അതിലേക്ക് അടിമകളാക്കിയിട്ടില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, മുമ്പ് ഞാൻ പറഞ്ഞ അവരുടെ സാമ്പത്തിക പരാജയം കൊണ്ട് ബാലവേലയിലേക്ക് കടന്നു പോകുന്നവരായി. പക്ഷെ സമൂഹത്തിന്റെ നിർബന്ധം കൊണ്ട് സമൂഹം അവരെ ചൂഷണം ചെയ്ത് പലരെയും അടിമകളാക്കിയില്ല, ബാലവേലയിലേക്ക് അടിമ
ഉണ്ടാക്കുകയാണ്. അത് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ വീടുകളെ വിട്ട് വീടുകൾ അവർ ഉപേക്ഷിച്ച് മക്കളും അമ്മയും അപ്പനും ഒരു സമൂഹവും ചേർന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്ന പലരും, ആടുകൾ മേയ്ക്കുന്നവരായി ഇല്ലെങ്കിൽ മറ്റു പല ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് പല സംസ്ഥാനങ്ങൾ, പല ഡിസ്ട്രിക്റ്റുകൾ, പല ദേശങ്ങൾ, ഗ്രാമങ്ങളൊക്കെ താണ്ടി പോകുന്ന പലരും അവരുടെ പൈതങ്ങൾ ഇന്നും പഠിക്കുവാൻ കഴിയാതെ അവരിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. നാം കണ്ടിട്ടുണ്ടാവാം നമ്മുടെ സമൂഹത്തിൽ ആട് മേയ്ക്കുന്നവരായി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുന്നത് കാണാം. അതുപോലെ പല പല ചെറിയ ചെറിയ തൊഴിൽ പ്രതിമകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ചെറിയ ചെറിയ കത്തികൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പായി ഒരു കൂട്ടമായി പലരും അതിൽ കടന്നു വരുന്നത് കാണുവാനായി സാധിക്കും. നമ്മുടെ സർക്കാരുകൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ പലതരത്തിലുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഇന്ന് പല വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന പൈതങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള പലരും ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടി റേഷൻ കാർഡുകളില്ലാതെ അല്ലെങ്കിൽ അവർക്ക് മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാതെ അവരിങ്ങനെ തൊഴിലായി കണ്ടുകൊണ്ട് തങ്ങളുടെ പിള്ളകളെയും അവരുടെ പൈതങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ജനത ഇന്നുമുണ്ട്. ആ ജനതയുടെ മക്കൾ അവരുടെ കാര്യം എന്താണ്? അവരിങ്ങനെ മാതാപിതാക്കളുടെ കൂടെ അങ്ങ് പോകുകയാണ്. അപ്പോൾ അവരുടെ പൈതങ്ങൾക്ക് എന്തായാലും വിദ്യാഭ്യാസം ലഭിക്കും. അവരുടെ പൈതങ്ങൾ ഒരു പ്രായം അത് കഴിയുമ്പോൾ തന്നെ അവരും ഈ തൊഴിലിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. അത്തരത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലാത്തതുകൊണ്ട്, മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുവാനായി ശ്രമിക്കാത്തതുകൊണ്ട് എത്രയോ പൈതങ്ങൾ ഇന്നും പഠിക്കുവാൻ കഴിയാതെ ഈ ചൈൽഡ് ലേബറിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ പലരും ഉണ്ട്. അതുപോലെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പല റൂമുകളിൽ അടയ്ക്കപ്പെടുന്ന ബാല്യകാലത്തെ നാം ഓർമ്മിക്കുന്നു. പല പൈതങ്ങളും ഇന്ന് അവർ പല റൂമുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടുകയാണ്. പലരും അവരെ ഈ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയും ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയും പലരെയും അവർ ഭീഷണിപ്പെടുത്തി പൈതങ്ങളെ അടയ്ക്കുന്നത് കാണാനായിട്ട് കഴിയും. അതുപോലെ മറ്റൊരു സമൂഹമാണ് ഇന്ന് ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പൈതങ്ങൾ. അവരെപ്രകാരം വരുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അതിന്റെ പിന്നിലും വലിയവരുടെ ചില ഇടപെടലുകളും ഭിക്ഷാടനത്തിന് വേണ്ടി അനേകം പൈതങ്ങളെയും ഇറക്കി വിടുകയാണ്. ഭിക്ഷാടനം നടത്തുന്ന പലരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവരുടെ കയ്യിലും ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കൂട്ടം പൈതങ്ങൾ അവരോട് കൂടെ കാണാം. നമുക്കറിയാം, ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ നോക്കാറുണ്ട്. ഒരു 20 മീറ്റർ 30 മീറ്റർ ഇങ്ങനെ ഓരോ ഇടത്തിലും ഓരോ പൈതങ്ങൾ നിർത്തി ഇതൊരു ശൃംഖലയാക്കിക്കൊണ്ട് ഇന്ന് പൈതങ്ങളെ വെച്ച് ഭിക്ഷാടനം നടത്തുന്ന പലരെയും നമുക്ക് കാണാനായി സാധിക്കും. ഈ ഭിക്ഷാടനം നടത്തുന്ന പൈതങ്ങൾക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല എന്ന് നമ്മുടെ സമൂഹം ഓർമ്മിക്കണം. അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുവാൻ അധികാരികളോ നമ്മളോ ഇല്ലെങ്കിൽ സമൂഹമോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഓർമ്മിക്കണം. കാരണം അവർ ഭിക്ഷക്കാരാണ്. അവരുടെ മക്കൾ എങ്ങനെ വേണമെങ്കിലും പോകട്ടെ എന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ഭിക്ഷാടനം നടത്തുന്ന എത്രയോ ആൾക്കാർ റോഡുകളുടെ സൈഡിൽ അവരെ വിളിച്ച് അവരാരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് താമസിക്കുവാനും നിങ്ങൾക്കുള്ള തൊഴിലും ഒക്കെ നൽകിക്കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? ആരും തന്നെ അത്തരത്തിൽ മുൻപോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് പല കാര്യങ്ങൾ, ഇപ്പോൾ ചില സമൂഹങ്ങൾ മുമ്പോട്ട് വന്നാൽ കൂടെ ഇന്ന് ഫണ്ടില്ലാത്ത അവസ്ഥ,
പലയിടത്തിലും ഇന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ താമസിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പല അവസ്ഥകളും. അപ്പോ അത്തരത്തിൽ പല മാതാപിതാക്കളും ഭിക്ഷാടനത്തിന് വേണ്ടി മക്കളെ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈതങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പലരും. എത്രയോ ആഗ്രഹത്തോടെ എനിക്കൊരു നല്ല പൈതൽ വേണം എന്ന് പറഞ്ഞ് എത്രയോ ആ നല്ല ആഗ്രഹത്തോടെ അവർ മാതാപിതാക്കൾ തങ്ങളുടെ പൈതലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് കിട്ടുന്ന ആ പൈതങ്ങളെ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ടുപോകുകയാണ്. ഈ തട്ടിക്കൊണ്ടുപോകുന്ന പല പൈതങ്ങളും ഇന്ന് മുറികളിൽ അടയ്ക്കപ്പെടുകയാണ്. പലയിടത്തിലും അവരെ പീഡിപ്പിക്കുകയാണ്. പല സാഹചര്യത്തിലും അവരുടെ ശരീരങ്ങളിൽ മുറിവേൽപ്പിക്കുകയാണ്. ആ ശരീരങ്ങളിലെ മുറിവ് അല്ലാതെ തന്നെ അവരുടെ മനസ്സിന് മുറിവേൽപ്പിച്ച് അവരെ സമൂഹത്തിലേക്ക് പിച്ചക്കാരായി തള്ളിവിടുകയാണ്. ഇതിന്റെ പുറകിൽ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. ബാംഗ്ലൂരിലും തമിഴ്നാടിന്റെ പല ഭാഗത്തും, അതുപോലെ കേരളത്തിലും, അതുപോലെ നമ്മുടെ ഓരോ സ്ഥലത്തും നോക്കാമെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മെയിൻ നമ്മുടെ വലിയ സ്ഥലങ്ങളിൽ നമ്മൾ അനേകം പിച്ചക്കാരെയും പൈതങ്ങളെയും കാണുന്നു. എന്റെ ഈ പിച്ചക്കാരുടെ പൈതങ്ങളെ പഠിപ്പിക്കുവാനായി നമുക്കാർക്കും കഴിയത്തില്ല. ഇവരെ മുൻപോട്ട് ജീവിതത്തിൽ കൊണ്ടുപോകുവാൻ, പഠിപ്പിക്കുവാനായി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ആൾക്കാർക്കും കഴിയത്തില്ല. ചിലരൊക്കെ വീഡിയോയിലും ചിലരൊക്കെ ഫേസ്ബുക്കിലും മാധ്യമങ്ങളിലും മാത്രം വന്നിരുന്ന് നമുക്ക് ചൈൽഡ് ലേബർ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ സംസാരിക്കുന്നവർ പലരും കാണും. പക്ഷേ ഈ സമൂഹത്തിൽ ഒരു പ്ലാസ്റ്റിക് കവർ, ഒരു 100 രൂപയ്ക്കുള്ള പ്ലാസ്റ്റിക് കവർ വലിച്ചു കെട്ടി അതിന്റെ അടിയിൽ താമസിക്കുന്ന എത്രയോ ആയിരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത്തരത്തിലുള്ള സമൂഹത്തിലുള്ള അവരുടെ മക്കളെ പോയി സന്ദർശിക്കുവാനോ ഇന്ന് അവരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുവാനോ നമ്മുടെ സമൂഹം താല്പര്യപ്പെടുന്നു. ആ താല്പര്യപ്പെടാത്തതാണ് അനേകം പൈതങ്ങൾ ഇന്നും വിദ്യാഭ്യാസമില്ലാതെ ഈ തൊഴിലുകളിലേക്ക്, തൊഴിലിലേക്ക് കടന്നു പോകുന്നത്. ആദ്യമായി ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ പൈസയില്ലാത്തത് കൊണ്ട്, സാമ്പത്തികമായി മുന്നോട്ട് പോകുവാൻ കഴിയാത്തത് കൊണ്ട് മാതാപിതാക്കളോട് ചേർന്നോ അല്ലാതെയോ പോയി തൊഴിൽ ചെയ്യുന്ന പൈതൽ. അവർ ചിലപ്പോൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ ചെയ്യുവാൻ തള്ളിവിടുന്ന ഒരു സമൂഹം. വീട്ടുകാർ അവരെ തള്ളിവിടുന്നു എന്ന് ഞാൻ പറയുന്നു. വീട്ടുകാർ അവരെ നീ പോ, ജോലി ചെയ്യും എന്ന് പറയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളും അത്തരത്തിൽ വന്നവരാണ്. നമുക്കറിയാം, സാമ്പത്തികമായി നമ്മളൊക്കെ പിന്നോക്കം നിന്നവരാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ പോയി ജോലിക്ക് പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ബാലവേല എന്ന് പറയുമ്പോൾ തന്നെ ചിലരൊക്കെ ചിന്തിക്കും, ഒരു നല്ല ഹൈ ക്ലാസ് ഫാമിലിയൊക്കെ ചിന്തിക്കും, ഇവരുടെ മാതാപിതാക്കൾ തള്ളിവിടുന്നത്, നമ്മുടെ മാതാപിതാക്കൾ നീ പോ ജോലി ചെയ്യുക എന്ന് പറഞ്ഞതല്ല. പക്ഷെ നമുക്കറിയാം, ആഹാരത്തിന് വഴിയില്ലാതിരിക്കുമ്പോൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോൾ, വീടുകളിലെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യുവാനായി കടന്നു പോകുകയാണ്. അത് ഒന്നാമത്തെ ഗ്രൂപ്പാണ്. രണ്ടാമതായി, പൈതങ്ങളെ പിടിച്ചു കൊണ്ടുപോയി ഈ ജോലി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവർക്ക് ചെറിയ തുച്ഛമായ തുകകളൊക്കെ കൊടുത്ത് അവരെ ഈ ബാലവേലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ. മൂന്നാമതായി നമ്മൾ നോക്കിയതാണ്, പല ജീവിത സാഹചര്യത്തിൽ തങ്ങളുടെ വീടും വസ്തുവും ഒക്കെ വിട്ട്
ജോലികൾ തേടി ഓരോ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, നമ്മുടെ സംസ്ഥാനങ്ങൾ, നമ്മുടെ പട്ടണങ്ങൾ, ഗ്രാമങ്ങളിലോട്ട് സഞ്ചരിച്ച് പോകുന്ന ഒരു കൂട്ടം ജനം. നമുക്കറിയാം, പല സ്ഥലത്തും കത്തികൾ വിൽക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ പല ചെറിയ പ്രതിമകൾ ഉണ്ടാക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ പലരും, ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ കണ്ടതാണ്, പലരും ഒരു ചെറിയ കമ്പുകൾ വളച്ചു കെട്ടി, ഒരു പ്ലാസ്റ്റിക് കെട്ടി അതിൽ താമസിക്കുന്ന എത്രയോ കുടുംബം. അവരുടെ പൈതങ്ങൾ ഒരു നാൾ വിദ്യാഭ്യാസത്തിൽ കടന്നു പോകുന്നില്ല. നാലാമതായി നമ്മൾ നോക്കിയതാണ് പിച്ചക്കാരുടെ പൈതൽ. പിച്ചക്കാരായി കടന്നു പോകുന്ന പൈതൽ. അതിൽ തട്ടിക്കൊണ്ടുവന്നതുണ്ടാകാം, അവരവരുടെ സ്വന്തം പൈതങ്ങളും ഉണ്ടാകാം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പൈതങ്ങൾ വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ സമൂഹത്തിൽ പിച്ചക്കാരായി മുൻപോട്ട് പോകുകയാണ്. ഈ പിച്ചക്കാരായ അവരുടെ ഈ സമൂഹത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന ഈ പൈതങ്ങളെ ഒന്ന് നോക്കി, ഇടാ നീ സ്കൂളിലോട്ട് പോകുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആരാണ് നിന്റെ മാതാപിതാക്കൾ, എന്താണ് നിനക്ക് വേണ്ടത്, എവിടെയാണ് നീ താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നോക്കുവാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാതെ പോകുകയാണ്. നമ്മൾ ദിനവും ജോലിക്ക് പോകുന്നു, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു, നമ്മൾ മുമ്പോട്ട് പോകുന്നു, നമ്മളെ തന്നെ ബിസിയാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് ഒരുപാട് പൈതങ്ങൾ പഠിക്കുവാൻ കഴിയാതെ ഇന്നും മുൻപോട്ട് പോകുകയാണ്. ഇന്നും അനേകരുണ്ട്, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് മുമ്പോട്ട് പഠിക്കണമെന്ന് കരുതി മുമ്പോട്ട് പോകുന്ന എത്രയോ പണമില്ലാത്തവന്റെ മക്കൾ എത്രയോ പേര്. അവർ മുമ്പോട്ട് പോയി അഡ്മിഷനുകൾക്ക് വേണ്ടി പോയി തേടി പിടിച്ച് കണ്ടുപിടിച്ചൊക്കെ നോക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാതെ, നല്ല ഗൈഡൻസ് കിട്ടാതെ, നല്ല നിലയിൽ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിച്ച നല്ല പഠിത്തമുള്ള പിള്ളേരുകൾ ഇന്നും ജോലികൾക്കായി കടന്നുപോകുകയാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? സമൂഹം. നമ്മുടെ സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ബാല്യകാലത്തിൽ പഠിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും മുൻപോട്ട് പോകുവാൻ ആഗ്രഹമുണ്ടായിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ എത്രയോ പൈതങ്ങൾ ഇന്നും പുറകോട്ട് നിൽക്കുകയാണ്. ഇന്നും അവർ വിദ്യാഭ്യാസത്തിൽ തകർന്നു പോയിരിക്കുകയാണ്. സമൂഹം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി തന്നെയാണ്. സമൂഹം മറന്നു പോകുകയാണ്. പലയിടത്തിലും സമൂഹം നമ്മുടെ ബാല്യകാല ബാലന്മാരെ, നമ്മുടെ യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ഒക്കെ മറന്നു പോകുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എത്രയോ പൈതങ്ങൾ ഇന്നും കൈകളെ നീട്ടുകയാണ്. ഈ കൈ നീട്ടുന്നവർക്ക് നമ്മൾ 10 രൂപയോ 1 രൂപയോ 5 രൂപയോ കൊടുക്കുന്നതല്ലാതെ അവരെ നല്ല വഴിക്ക് കൊണ്ടുവരുവാൻ, അവരെ പ്രോത്സാഹിപ്പിച്ച് പഠിക്കുവാനായി അയക്കുവാനും ഒക്കെ നമുക്ക് കഴിയാതെ വരും. ഞാൻ ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിൽ ഒരു വനത്തിനകത്ത് കടന്നു. ആ വനത്തിനകത്ത് ഞാൻ നോക്കിയപ്പോൾ 170 ഗ്രാമങ്ങൾ. ഈ 170 ഗ്രാമങ്ങളിലും ആൾക്കാർ വനത്തോട് ചേർന്ന് സാങ്ച്വറിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അനേകം മൃഗങ്ങളോട് ചേർന്ന് ആ വനത്തിനകത്ത് താമസിക്കുന്നവരാണ്. ഇവരുടെ പൈതങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വഴികളിൽ, അവർക്ക് മുൻപോട്ട് വരുവാനുള്ള സാഹചര്യങ്ങൾ, അവിടെയുള്ള പൈതങ്ങൾക്ക് വിദ്യാഭ്യാസം എന്താണ്, നമുക്ക് പഠിക്കണം, നമുക്ക് ഇനിയും വളരണം, ഇനിയും ജ്ഞാനം സമ്മാനിക്കണം എന്നൊക്കെ അവർക്കറിയില്ല. ഇന്നും പലരും ഗ്രാമങ്ങളിൽ പല വനത്തിനകത്തൊക്കെ ഇന്നും വിദ്യാഭ്യാസം എത്തപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ എത്തപ്പെടാതിരിക്കുന്ന അനേക ഗ്രാമങ്ങൾ ഇന്നുമുണ്ട്. അനേക ഗ്രാമങ്ങൾ ഇന്നും അത്തരത്തിലുണ്ട്.
നമുക്ക് പകുതി പേർക്കൊക്കെ നമ്മുടെ രാജ്യത്ത് പകുതി ആൾക്കാർക്ക് ഈ ഫോണും ഈ ടിവികളും ഒക്കെ ഉള്ളു. ഇന്നും ടി വി ഇല്ലാതെയും ഇന്നും ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയും ഇന്നും ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുവാൻ കഴിയാതെ എത്രയോ ആയിരങ്ങൾ ഗ്രാമത്തിനകത്ത്. നമുക്കറിയാം, നമ്മുടെ പൈതങ്ങൾ ഇന്ന് ഓൺലൈനിലാണ് പഠിക്കുന്നത്. നമ്മുടെ പൈതങ്ങൾ ഓൺലൈൻ പഠിക്കുമ്പോൾ തന്നെ ട്രിവാൻഡ്രത്തിൽ നമ്മുടെ അരിയങ്കോട് എന്ന് പറയുന്ന പഞ്ചായത്തിനകത്ത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ ഞാൻ ഈ ഇന്റർനെറ്റ്, നമ്മുടെ മൊബൈൽ വഴി ഇന്റർനെറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി അപ്പോ അതായത് നമ്മുടെ പൈസകൾ അവർ വാങ്ങുകയാണ്. പക്ഷേ ഇന്നും ബാല്യകാലത്തിൽ പഠിക്കുവാനായി മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന സിഗ്നലുകളുള്ള ആ സംഭവങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വനത്തിനകത്തും പല ഇന്റീരിയർ വില്ലേജുകളിലൊക്കെയുള്ള സ്ഥിതി നിങ്ങൾ ആലോചിക്കണം. ബാല്യകാലത്തിൽ ജോലികളിലേക്ക് തള്ളിവിടുന്ന പല അവസ്ഥ ഇപ്പോഴും നമ്മുടെ പൈതങ്ങൾക്ക്. എന്തിനടാ ഈ ഇന്റർനെറ്റും ഈ മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുന്ന, പോയി എന്തെങ്കിലും 10 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് എത്രയോ പൈതങ്ങളെ ഓടിച്ചു വിടുന്ന മാതാപിതാക്കളും സമൂഹവുമല്ലേ ഇന്നുള്ളത്. ഒരു മൊബൈൽ ഇല്ലാതെ പഠിക്കുവാൻ കഴിയാത്ത എത്രയോ ആയിരങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ഇന്നത്തെ ചുറ്റുപാടിൽ ഈ നമ്മുടെ മഹാമാരിയുടെ സമയത്ത് ഇന്ന് പൈതങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ പറയും ഇന്റർനെറ്റൊക്കെ നമുക്ക് നല്ല ഫാസ്റ്റാണ്. പക്ഷെ ഇന്നും നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റുകൾ നല്ല സ്പീഡാണ് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ പൈസകൾ അടയ്ക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബാല്യകാലത്തിൽ നമ്മുടെ പൈതങ്ങൾ പോയിരുന്ന് ഇങ്ങനെ നെറ്റ് എടുത്തു വെച്ച് ഇങ്ങനെ പഠിക്കുവാനായി പോയിരിക്കുമ്പോഴായിരിക്കും ഇവന്റെ കറക്കം. ഇങ്ങനെ കറങ്ങിയിരിക്കുമ്പോൾ മാതാപിതാക്കൾ പറയും, എന്തിനടാ ഇങ്ങനെ ഇരിക്കുന്നത്, പോയി ഏതെങ്കിലും ഇഷ്ടിക പറമ്പിൽ പോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ കമ്പനിയിൽ പോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും മൈസ്ത്രിമാരോട് കൂടെ പോകുമെന്ന് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് തള്ളിവിടുന്ന അനുഭവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. ഇന്ന് അത്തരത്തിൽ തള്ളിവിടപ്പെടുകയാണ്. ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് എത്രയോ പൈതങ്ങൾ കണ്ണുനീരോടെ ജോലികൾക്ക് വേണ്ടി കടന്നു പോകുന്നതുണ്ടാകാം. അപ്പോൾ നമ്മുടെ സമൂഹമാണ് ഇതിന്റെ ഈ ബാലവേലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നോട്ട് നിൽക്കുന്നത്. അത് ഈ ബാലവേലയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് ബാലവേല ഇല്ലാതാകണമെങ്കിൽ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളെയും തൊഴിൽപരമായി വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ ശ്രമിക്കണം. ഞാൻ ഒരു പാർട്ടിയും ഇവിടെ എടുത്തു പറയുന്നു. കാരണം അനേകം പാർട്ടികളുണ്ട്. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികളാണ് നമ്മുടെ സംസ്ഥാനങ്ങളെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും ഭരിച്ചു മുൻപോട്ട് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളിലും ഒരു നല്ലൊരു അജണ്ട ഉണ്ടാകുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പണം കൊടുത്തു എന്ന് കരുതി അവർ വളർച്ചയിലേക്ക് വളർത്തി അവരെ നല്ല നിലയിൽ വളർച്ചയിലേക്ക് എത്തിക്കണമെങ്കിൽ അവർക്ക് നല്ല സ്കില്ലുകൾ കൊടുക്കണം. ഇന്ന് പലരെയും പഠിപ്പിക്കുകയും മുമ്പോട്ട് കൊണ്ടുവരുവാനും ശ്രമിക്കുമ്പോൾ ഓരോ കുടുംബത്തിലെ രക്ഷകർത്താക്കൾക്കും അവർക്ക് ഒരു ചെറിയ തൊഴിലുകൾ ചെയ്ത് മുൻപോട്ട് വരുവാൻ, സ്വയം തൊഴിലുകൾ ചെയ്ത് മുൻപോട്ട് വരുവാൻ, നല്ല സാമ്പത്തികമായി മുൻപോട്ട് വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ബാലവേലകളെ മാറ്റുവാനായി കഴിയും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിൽ ഗവൺമെന്റുകളുടെ ഇടപെടലുകൾ എല്ലാവർക്കും പഠിക്കണം എന്നുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്
പല ഇടത്തിലും ബാലവേലകളെ അതെ പലയിടത്തിലും നിയന്ത്രിക്കുവാനായി കഴിയും. എങ്കിലും ഇന്നും പല സ്ഥലത്തും നമ്മുടെ പൈതങ്ങൾ പഠിക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥയാണ്. ഇന്നത്തെ സാഹചര്യം ഞാൻ അവസാനമായി വ്യക്തമാക്കി. നെറ്റുകളുടെ അഭാവത്തിൽ ഇന്ന് നമുക്ക് ഫൈബർ കണക്ഷനൊക്കെ ഒരുപാട് വില്ലേജുകളിൽ ഇല്ല. ട്രിവാൻഡ്രത്ത് നമ്മുടെ ശേഖരമംഗലം അരീക്കോട് എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല ഏരിയകളാണ്. പക്ഷെ അവിടെ കൂടെ നമ്മൾ ഇങ്ങനെ ഓരോ നെറ്റ്വർക്കും ഇങ്ങനെ സെർച്ച് ചെയ്ത് കറങ്ങിയാണ്. അപ്പോൾ ഈ സമയത്തിൽ പല സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കുവാനായി അയച്ചു കൊടുക്കുകയാണ്. ഫോണിലൂടെ പഠിക്കുവാൻ ശ്രമിക്കുന്ന കുട്ടി ഇത് ലോഡ് ചെയ്യാൻ തന്നെ 1 മണിക്കൂറൊക്കെ എടുത്താൽ ഇങ്ങനെ ഇവർ ഈ നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ടും ഇവരുടെ പഠിക്കുവാനുള്ള മുമ്പോട്ട് എഴുതുവാനോ വായിക്കുവാനോ കഴിയാത്ത സാഹചര്യം കൊണ്ടും അവരുടെ മാതാപിതാക്കൾ എന്ത് പറയും, ഇനി നീ ഇപ്പൊ പഠിക്കാനൊന്നും പറ്റൂലല്ലോ, നീ എന്തെങ്കിലും ജോലി ഇല്ലെങ്കിൽ ഈ പൈതങ്ങൾ തന്നെ ചിന്തിക്കും, നമുക്ക് കഴിയുന്നില്ലല്ലോ, നമുക്ക് മറ്റെന്തെങ്കിലും ജോലികളിലോ ചെറിയ തൊഴിലുകളിലോ ഇന്ന് അത്തരത്തിൽ പലരും മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹം അതിനെ നിയന്ത്രിക്കും. നമ്മുടെ സമൂഹം നമ്മുടെ പൈതങ്ങൾക്ക് നിശ്ചയമായി ഈ നാളുകളിലും വിദ്യാഭ്യാസത്തിനുള്ള നല്ല സോഴ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സ്കൂളുകൾ വിചാരിച്ചാൽ മതി അവർക്ക് ഇന്റർനെറ്റിലൂടെ ഓരോ പിള്ളേരെയും പഠിപ്പിക്കാനായിട്ട് കഴിയും. വ്യക്തമായും ഇന്നും നല്ല ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ ഓരോ വീടുകൾ തന്നെ ക്ലാസ് മുറിയായി മാറ്റുവാനായി കഴിയും. അപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ ഡിജിറ്റൽ സംവിധാനം പലരും പ്രയാസപ്പെടുകയാണ്. പലരും പഠിക്കുവാൻ കഴിയാതെ അവർ മറ്റ് ജോലികളിലേക്ക് തള്ളിവിടുകയാണ്. പലരും പഠിക്കുവാൻ വീടുകളിലായിരുന്നാൽ കൂടെ പഠിക്കുവാൻ കഴിയാത്ത സാഹചര്യം. ഇന്ന് അത് നമ്മൾ മാറ്റിക്കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മഹാമാരി ഉണ്ട്. മഹാമാരിയിൽ നമുക്ക് പുറത്തൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യം. പക്ഷെ തൊഴിലിനൊക്കെ പലരും പോകുന്നു, ജോലികൾക്ക് വേണ്ടി പലരും പുറത്തിറങ്ങുന്നു. പല സ്ഥലത്തും പൈതങ്ങൾ തൊഴിലിലേക്ക് തള്ളിവിടുകയാണ്. സമൂഹം അവരെ അങ്ങോട്ട് ഈ ജോലികൾ ചെയ്യുവാൻ തള്ളിവിടാറുണ്ട്. നമ്മുടെ പൈതങ്ങളെ ജ്ഞാനത്തിലും അറിവിലും വളർത്തുവാൻ നമുക്ക് കഴിയും. ഇന്ന് പല ചവറുകൾ നമ്മൾ നോക്കാമെങ്കിൽ, ഞാൻ തമിഴ്നാട്ടിലൂടെയും മറ്റ് സ്ഥലങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബോംബെയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് നോക്കുമ്പോൾ ഈ ചവറുകൂനകൾ ഒരുപാടുണ്ടാവും. ഇതിലെ വേസ്റ്റുകൾ പറക്കിയെടുക്കാൻ അനേകം പൈതങ്ങൾ ചാക്ക് കെട്ടുവാൻ പോയി നിൽക്കുന്നത് കാണും. എന്തേ നമ്മുടെ സമൂഹം അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാത്തതെന്നാണ്. ആ പൈതങ്ങളും ബാലന്മാരാണ്. ആ പൈതങ്ങളും നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളാണ്. നമ്മൾ എന്തേ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു? ഇന്ന് ഈ ചൈൽഡ് ലേബർ ഇന്ന് നടത്താൻ പാടില്ല എന്ന്, ബാലവേലകൾ പാടില്ല എന്ന് നാം ഡിസ്കഷൻ ചെയ്യുന്ന ഈ നാളുകൾ നമ്മുടെ കണ്ണുകൾ അത്തരത്തിലുള്ള പൈതങ്ങളിലേക്ക് പതിക്കും. നമ്മുടെ സമൂഹം ഏത് വിഭാഗത്തിലുള്ളവരാകട്ടെ, നമ്മൾ ഏതെല്ലാം തരത്തിൽപ്പെട്ടവരാകട്ടെ, ഏതെല്ലാം പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവരാകട്ടെ, പക്ഷെ നമ്മുടെ കണ്ണുകൾ ഇന്നും അത്തരത്തിലുള്ള അവഗണിക്കപ്പെട്ട പൈതങ്ങളുടെ അടുക്കിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തപ്പെടണം. കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു സമിതി ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സമിതി ഇന്ന് ആ സമിതി ഇല്ല. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമിതിക്കാർ നമ്മളെ വളരെയധികം സഹായിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ, അവർ ഒരുപാട് പൈതങ്ങൾക്ക് കണക്കിന് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്യും. ആ നോട്ട്ബുക്കുകൾ വെച്ച് പഠിക്കുവാനുള്ള ആഗ്രഹം ഓരോ പൈതങ്ങളിലും ഉണ്ടാകുന്നു. നമുക്കിനിയും പഠിക്കണം. നമ്മൾ തളർന്നു പോകുന്നില്ല. സമൂഹം നമ്മളെ സഹായിക്കുകയാണ് എന്നുള്ളത് മുൻപോട്ട് പോയിക്കൊണ്ടുള്ള നാളുകൾ ഞാൻ ഓർക്കുകയാണ്.
അപ്പോൾ ഞാൻ പറയും, നമ്മുടെ സമൂഹത്തിന്റെ കണ്ണുകൾ ഇത്തരത്തിൽ ചവർകൂനയിലും അതേപോലെ കൽക്കരികളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പൈതങ്ങൾ ജോലി ചെയ്യുന്നു എന്ന്. പൈതങ്ങൾ ഈ നമ്മൾ തന്നെ ജോലി ചെയ്യിപ്പിക്കാതിരുന്നാൽ കൂടെ അവർ തന്നെ സ്വയമായി പോയി തൊഴിലുകളിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ നാം അവരോട് ചോദിക്കുന്നത്, നമ്മുടെ സമൂഹം അവരോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ കുടുംബത്തിലെ പരാജയമായ സാഹചര്യം? ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അവർ പണപരമായി സാമ്പത്തികമായി പിന്നോക്കത്തിലാണ്. നിശ്ചയമായി അവർ സാമ്പത്തികമായി പിന്നോക്കത്തിലായി. നമ്മുടെ സമൂഹം അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് ദിവസവും വരുമാനം വരുന്നത് അവരെ സ്വയം തൊഴിലിലേക്ക് പ്രാപ്തരാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇനി സഞ്ചയം എടുക്കുന്നു ആരും തന്നെ ചവർകൂനയുടെ അടുത്തേക്ക് പോകാൻ. നമ്മുടെ ബാല്യം ഇനിയും ചവർകൂനയിലേക്ക് ക്ഷാടനത്തിലേക്ക് ആരും തന്നെ കടന്നു പോകുന്നു. ഭിക്ഷക്കാരെ നാം തുരത്തി ഓടിക്കുന്നതിന് പകരമായി ഭിക്ഷക്കാരുടെ അടുക്കിലേക്ക് കടന്നു അവരുടെ പൈതങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും അവരുടെ പൈതങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ തൊഴിലുകൾ കൊടുക്കുകയും ചെയ്യുകയും അവർക്ക് ആവശ്യമായ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുകയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭിക്ഷക്കാരോ നമ്മുടെ സമൂഹത്തിൽ ബാല്യങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ സമൂഹം, നമ്മുടെ കണ്ണുകൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒറ്റപ്പെട്ടു പോയി പഠിക്കുവാൻ കഴിയാതെ പോയി നമ്മുടെ സമൂഹത്തിൽ വളരുവാൻ കഴിയാതെ പോയി ഓരോ പൈതങ്ങളുടെയും ഈ നാളുകളിൽ എനിക്ക് പറയാനുണ്ട്, എന്തായാലും ബാല്യം വിദ്യാഭ്യാസത്തിലേക്ക് മുൻപോട്ട് വരാൻ നമ്മുടെ പൈതങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ വിദ്യാഭ്യാസത്തിൽ മുൻപോട്ട് വരട്ടെ. ജോലിയിലേക്കല്ല, നമ്മുടെ ബാലവേല തികച്ചും നാം നിർത്തലാക്കേണ്ട ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ നിർത്തലാക്കപ്പെടുമ്പോൾ ബാല്യകാലത്തിൽ അവർക്കുള്ള സാമ്പത്തിക പരാജയങ്ങൾ മാറ്റിക്കൊടുക്കുവാൻ അവരുടെ ഓരോ പൈതങ്ങളുടെയും കുടുംബങ്ങളിൽ അവരുടെ രക്ഷകർത്താക്കളെ നല്ല നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ സമൂഹത്തിന് കഴിയും. സാമ്പത്തികമായി പരാജയത്തിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളും നമ്മുടെ സമൂഹം അവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കും. പല കുടുംബങ്ങളിലും സ്വയം തൊഴിലുകൾ അവർക്ക് പരിചയപ്പെടുകയും അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്ന പ്രാപ്തരാക്കുകയും അവരെ തൊഴിൽപരമായി പ്രാപ്തരാക്കുകയും നിശ്ചയമായി ഓരോ പൈതങ്ങളും ഇന്നും സ്കൂളുകളിൽ പഠിക്കും. നിശ്ചയമായി ഇന്നും അവർക്ക് വളരുവാനായി സാധിക്കും. ഒട്ടുമുക്കാൻ നമ്മൾ ഓരോ സ്ഥലത്ത് നോക്കാം, വരുന്ന ഓരോ ഗവൺമെന്റുകൾ, വരുന്ന ഓരോ സന്നദ്ധ സംഘടനകൾ ഇന്ന് പൈതങ്ങൾക്ക് പ്രോത്സാഹനം നൽകി, ഫ്രീ എഡ്യൂക്കേഷനുകൾ നൽകി, ഇല്ലെങ്കിൽ എല്ലാവരും പഠിക്കണമെന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചു അനേകം സ്ഥലങ്ങളിൽ ബാലവേലകൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇനിയും പല സ്ഥലത്തും നമ്മൾ ചർച്ച ചെയ്തതുപോലെ പല സ്ഥലത്തും ഇന്നും ബാലവേല നടക്കുന്നുണ്ട്. പലരും ബാലവേലയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അത്തരത്തിലേക്ക് ബാലവേല എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഭിക്ഷാടനമാകാം, ഇല്ലെങ്കിൽ സഞ്ചി എടുത്തുകൊണ്ട് ഈ ചവർകൂനയുടെ മുമ്പിൽ ചവറുകൾ പറക്കിയെടുത്ത് വിറ്റ് ജീവിക്കുന്ന പൈതങ്ങളായിരിക്കും.